നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശാന്തി നേടുന്നതിനുമുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യായാമം പതിവാക്കുക. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് തലച്ചോറിൽ സന്തോഷ ഹോർമോണുകളായ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കാനും സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. സമീകൃത ആഹാരം കഴിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ഭക്ഷണം നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക ആരോഗ്യം നിലനിർത്താനും അത്യാവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം മാനസികാവസ്ഥയെ മോശമായി ബാധിക്കും. ആയതിനാൽ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. മതിയായ ഉറക്കം ഉറപ്പാക്കുക. രാത്രിയിൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുകയും വൈകാരിക നിയന്ത്രണത്തിനുള്ള തലച്ചോറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സൂര്യരശ്മി ഏൽക്കുക. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റിലെങ്കിലും സൂര്യരശ്മി ഏൽക്കുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവിക ഉറക്ക ഉണർവ് ചക്രം ക്രമീകരിക്കാനും വൈറ്റമിൻ ഡി ഉൽപാദനത്തിലൂടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. മസാജ് തെറാപ്പി പരീക്ഷിക്കുകയും ഒരു പ്രൊഫഷണൽ മസാജ് ചെയ്യുന്നത് പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനോടൊപ്പം കോർട്ടിസോളിൻ്റെ അളവ് താഴ്ത്താനും സെറട്ടോണിൻ, ഡോപ്പമൈൻ എന്നിവയുടെ അളവ് കൂട്ടാനും സഹായിക്കും. പുറത്ത് നടക്കാൻ പോവുക. പ്രകൃതിയുമായി ഇഴചേർന്ന് നടക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഉത്കണ്ഠ ലഘൂകരിക്കുന്നതിനും ഫലപ്രദമായ ശാസ്ത്രീയ മാർഗമാണ്. ജോലിയുടെ ഇടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക. ഓരോ 60 മുതൽ 90 മിനിറ്റ് കഠിനാധ്വാനത്തിന് ശേഷവും 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ ഇടവേളകൾ എടുക്കുന്നത് ഫോക്കസ് മെച്ചപ്പെടുത്താനും മാനസിക തളർച്ച ഒഴിവാക്കാനും സഹായിക്കും. ഈ ഇടവേളകളിൽ എഴുന്നേറ്റ് നടക്കുകയോ ദീർഘമായി ശ്വാസമെടുക്കുകയോ ചെയ്യാൻ. കഫീൻ കുറയ്ക്കുക. കാപ്പികളുടെയും മറ്റ് കഫീൻ അടങ്ങിയ പാനീയങ്ങളുടെയും അമിത ഉപയോഗം അഡ്രിനാലിൻ വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മദ്യവും നിക്കോട്ടിനും ഒഴിവാക്കുക. ഇവ താൽക്കാലികമായി ശാന്തത നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കി സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ദീർഘശ്വാസം എടുക്കുക. വയറ്റിൽ നിന്നുള്ള ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ പരിശീലിക്കുന്നത് പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ഹൃദയമിടിപ്പ് കുറച്ച് ശരീരത്തിൻ്റെ വിശ്രമം നൽകുകയും ചെയ്യും. ചൂടുവെള്ളത്തിൽ കുളിക്കുക. ചൂടുവെള്ളത്തിലുള്ള കുളി പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കാനും ശരീരത്തെ റിലാക്സ് ചെയ്യാനും സഹായിക്കും. ധ്യാനം ശീലമാക്കുക. ദിവസേന 10 മുതൽ 15 മിനിറ്റ് ധ്യാനിക്കുന്നത് ചിന്തകളെയും വികാരങ്ങളെയും വിധിനിർണ്ണയം കൂടാതെ നിരീക്ഷിക്കാനും അമിഗ്ഡലയോട് സമർത്ഥമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗത്തിൻ്റെ പേരാണത് പ്രതികരണം കുറയ്ക്കാനും സഹായിക്കും. മനസ്സിലെ ചിന്തകൾ എഴുതുക. ഒരു ഡയറിയിൽ നിങ്ങളുടെ വികാരങ്ങളും സമ്മർദ്ദങ്ങളും രേഖപ്പെടുന്നത് വൈകാരിക ഭാരം കുറയ്ക്കാനും പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും സഹായിക്കും. കൃതജ്ഞത രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ദിവസം ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് പോസിറ്റീവ് ന്യൂറൽ പാത്തുകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഒരു പുതിയ ഹോബിയോ വൈദഗ്ധ്യമോ നേടുന്നത് ശ്രദ്ധ വ്യതിചലിക്കാനും ജീവിതത്തിലൊരു നിയന്ത്രണ ബോധം നൽകാനും സഹായിക്കും. സ്വയം അനുകമ്പയോടെ പെരുമാറുക. നിങ്ങളുടെ കുറവുകളോടും തെറ്റുകളോടും ദയയോടെ പെരുമാറുന്നത് ആത്മവിമർശനം കുറയ്ക്കുകയും മാനസികമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശാന്തമായ സംഗീതം കേൾക്കുക. ശാന്തമായ താളത്തിലുള്ള സംഗീതം കേൾക്കുന്നത് മനസ്സിനെ റിലാക്സ് ചെയ്യാനും ഹൃദയമിടിപ്പ് കുറയ്ക്കാനും കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. പരിഹരിക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനു പകരം നിങ്ങൾക്ക് നേരിട്ട് മാറ്റം വരുത്താൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ചിരിക്കാൻ സമയം കണ്ടെത്തുക. ചിരി എൻഡോർഫിനുകൾ പുറത്തുവിടുകയും ശാരീരിക പിരിമുറുക്കം കുറയ്ക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ദൃശ്യവൽക്കരണം പരിശീലിക്കുക. ശാന്തമായ ഒരവസ്ഥ, ഉദാഹരണത്തിന് കടൽത്തീരം, മനസ്സിൽ സങ്കല്പിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും റിലാക്സേഷൻ പ്രതികരണം ഉത്തേജിപ്പിക്കാനും സഹായിക്കും. പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ
പരിധികൾ നിർവചിക്കുകയും അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഓവർ കമ്മിറ്റ് മൂലമുള്ള സമ്മർദ്ദം കുറയ്ക്കുവാൻ അത്യാവശ്യമാണ്. പോസിറ്റീവ് ആത്മസംഭാഷണം. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് പകരം യുക്തിസഹവും പ്രോത്സാഹനമായ ചിന്തകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുക. സാമൂഹ്യ താരതമ്യങ്ങൾ ഒഴിവാക്കാനും ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന ഉത്കണ്ഠ കുറയ്ക്കാനും ഇത് സഹായിക്കും. പൂർണ്ണത ഒഴിവാക്കുക. എല്ലാം തികഞ്ഞതായിരിക്കണം എന്ന ചിന്ത നമുക്ക് സമ്മർദ്ദമുണ്ടാക്കും. അതിനാൽ ഒരുവിധം കൊള്ളാം എന്നതിനെ അംഗീകരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒഴിവാക്കുക. മാറ്റത്തിനായി തയ്യാറെടുക്കുക. മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുന്നത് അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. സാവധാനം സംസാരിക്കുക. മനഃപൂർവ്വം സംസാരിക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഒരു ടൈമർ ഉപയോഗിക്കുക. ബുദ്ധിമുട്ടുള്ള ജോലികൾക്ക് ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് 25 മിനിറ്റ് നൽകി ടൈമർ വെച്ച് പ്രവർത്തിക്കുന്നത് ശ്രദ്ധ വ്യതിചലിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. മുൻഗണനകൾ തീരുമാനിക്കുക. ജോലികളെ അടിയന്തരമായി പ്രധാനപ്പെട്ടവ എന്നിങ്ങനെ തരംതിരിക്കുന്നത് തീരുമാനമെടുക്കുന്നതിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ചെറിയ ഘട്ടങ്ങളായി തിരിക്കുക. വലിയ ജോലിയോ ലക്ഷ്യമോ ചെറുതും എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതുമായ ഭാഗങ്ങളായി തിരിക്കുന്നത് ചെയ്ത് തീർക്കാമെന്നുള്ള തോന്നൽ നൽകും. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് സമയത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കാനും നിയന്ത്രണബോധം നൽകാനും സഹായിക്കും. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പിഴവുകൾ കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സഹായം തേടുക. ആവശ്യമായി വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടുന്നത് ജോലി ഭാരം ലഘൂകരിക്കാനും ഓവർവെൽംഡ് എന്ന തോന്നൽ ഒഴിവാക്കാനും സഹായിക്കും. ബുദ്ധിമുട്ടുള്ളവ ആദ്യം ചെയ്യുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയ ജോലി ആദ്യം പൂർത്തിയാക്കുന്നത് ഒഴിവാക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കുകയും ബാക്കിയുള്ള സമയം കൂടുതൽ എളുപ്പമുള്ളതാക്കുകയും ചെയ്യും. ജോലി സ്ഥലം വൃത്തിയാക്കുക. വൃത്തിയുള്ളതും ചിട്ടയുമുള്ളതായ ഒരു സ്ഥലം ഒരു മാനസിക വ്യക്തത നൽകാനും ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഡിജിറ്റൽ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. മൊബൈൽ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുന്നത് ഫ്ലോ സ്റ്റേറ്റ് നിലനിർത്താൻ സഹായിക്കും. ഒരു ദിനചര്യ പാലിക്കുക. ഒരു ചിട്ടയായ ദിനചര്യ പാലിക്കുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ കുറയ്ക്കുവാൻ സഹായിക്കും. രേഖപ്പെടുത്തി വയ്ക്കുക. എല്ലാ പ്രതിബദ്ധതകളും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് പകരം എഴുതി വെക്കുന്നത് വർക്കിംഗ് മെമ്മറിക്ക് വിശ്രമം നൽകും. പൂർത്തിയാകാത്ത ജോലിയുടെ ലിസ്റ്റ് ഒഴിവാക്കുക. ജോലിയുമായി ബന്ധമില്ലാത്തതും എന്നാൽ മനസ്സിൽ ഭാരം കൂട്ടുന്നതുമായ പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുക. തീരുമാനമെടുക്കുന്നതിൽ വേഗത കൂട്ടുക. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ഒഴിവാക്കുന്നതിന് തീരുമാനപരമായ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക. ശക്തമായ സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് വൈകാരിക പിന്തുണ നൽകുകയും ഒറ്റപ്പെടൽ കുറയ്ക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഹെൽപ്പേഴ്സ് ഹൈ എന്ന പ്രതിഭാസത്തിലൂടെ സന്തോഷവും സംതൃപ്തിയും നൽകും. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുക. വളർത്തുമൃഗങ്ങളെ തലോടുന്നത് സ്നേഹ ഹോർമോണായ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ആലിംഗനം ചെയ്യുക. സ്നേഹത്തോടെയുള്ള ആലിംഗനം ലഭിക്കുന്നത് ഓക്സിറ്റോസിൻ പുറത്തുവിടാൻ സഹായിക്കുകയും ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കുവാനും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കുക. വിശ്വസനായ ഒരാളോട് നിങ്ങളുടെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് ഒരു വൈകാരികമായ ബഫർ ഇഫക്റ്റായി അത് പ്രവർത്തിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുകയും ശാരീരിക വിശ്രമം നൽകുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോ ആത്മീയമോ ആവാം. അത് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയവും നൽകാനും സമ്മർദ്ദത്തെ കൂടുതൽ എളുപ്പത്തിൽ നേരിടാനും സഹായിക്കും. പുസ്തകങ്ങൾ വായിക്കുക. വായന എന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ്. ഇത് ശ്രദ്ധ മാറ്റി മസ്തിഷ്കത്തിന് വിശ്രമം നൽകുന്നു. കലയിൽ ഏർപ്പെടുക.
ചിത്രം വരയ്ക്കുക, പാടുക, എഴുതുക തുടങ്ങിയ ക്രിയാത്മകരമായ പ്രവർത്തനങ്ങൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ആശ്വാസം കണ്ടെത്താനും സഹായിക്കും. ഹോബികൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ആസ്വദിക്കുന്ന ഹോബികൾക്കായി സമയം കണ്ടെത്തുന്നത് പോസിറ്റീവ് ഡിസ്ട്രാക്ഷൻ നൽകുകയും ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിധി നിർണയം കൂടാതെ ചിന്തകളെയും വികാരങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഉത്കണ്ഠയും അമിത ചിന്തയും കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ പരിധികൾ അംഗീകരിക്കുക. സ്വന്തം പരിമിതികൾ അംഗീകരിക്കുന്നത് ആത്മനിന്ദ ഒഴിവാക്കാനും അമിതമായ അധ്വാനം കുറയ്ക്കുവാനും സഹായിക്കും. സ്വയം പരിചരണ ദിനം. ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും സ്വയം പരിപാലിക്കാനുമായി മാറ്റിവെക്കുന്നത് ഊർജം വീണ്ടെടുക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. കളറിംഗ് ബുക്കുകൾ ഉപയോഗിക്കുക. മുതിർന്നവർക്കുള്ള കളറിംഗ് ബുക്കുകൾ ഉപയോഗിക്കുന്നത് ധ്യാനം പോലുള്ള ഒരു ശാന്തമായ അവസ്ഥ ഉണ്ടാക്കാൻ സഹായിക്കും. സുഗന്ധ എണ്ണകൾ ഉപയോഗിക്കുക. ലാവൻഡർ, ചമോമൈൽ തുടങ്ങിയ സുഗന്ധ എണ്ണകൾ ഉപയോഗിക്കുന്നത് ലിംബിക് സിസ്റ്റത്തെ സ്വാധീനിച്ച് ശാന്തത നൽകാൻ സഹായിക്കും. സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക. തലവേദന, ഉറക്കമില്ലായ്മ, ദേഷ്യം എന്നിവപോലുള്ള വ്യക്തിപരമായ സമ്മർദ്ദ ലക്ഷണങ്ങൾ ആദ്യമേ തിരിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ തേടുക. സ്വയം സംസാരിക്കുന്നത് പരിശീലിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ശാന്തമായും പ്രോത്സാഹനത്തോടെയും സംസാരിക്കുന്നത് യുക്തിപരമായ സമീപനം സ്വീകരിക്കാൻ സഹായിക്കും. ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. കടുത്ത സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBT പോലുള്ള ശാസ്ത്രീയ ചികിത്സകൾക്കായി ഒരു വിദഗ്ധനെ സമീപിക്കുന്നത് ഉചിതമാണ്. പരിസ്ഥിതി മാറ്റുക. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് മാറി പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയോ മുറിയിലെ സാധനങ്ങൾ പുനർക്രമീകരിക്കുകയോ ചെയ്യുന്നത് മാനസികമായ ഒരു പുതിയ അനുഭവം നൽകും. വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഒഴിവാക്കി ഇപ്പോഴത്തെ അനുഭവങ്ങളെ ശ്രദ്ധിക്കുന്നത് ശാന്തി നൽകും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും അതുവഴി ശാന്തി ലഭിക്കുവാനും സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടണുകൾ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.